പയ്യന്നൂർ നഗരസഭയെ തൃക്കരിപ്പൂരുമായി ബന്ധിപ്പിക്കുന്ന കാറമേൽ അന്നൂർ പാടിക്കടവ് പാലം നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക്. പാലം നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും ബ്രിഡ്ജസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വർഷങ്ങളുടെ അനിശ്ചിതത്വത്തിനൊടുവിൽ കാറമേൽ അന്നൂർ പാടിക്കടവ് പാലം നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക്. പയ്യന്നൂർ നഗരസഭയെ തൃക്കരിപ്പൂരുമായി ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പാടിക്കടവ് പാലം നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായും ബ്രിഡ്ജസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ കാറമേൽ അന്നൂർ പ്രദേശങ്ങളെയും തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ചെറുക്കാനം എടാട്ടുമൽ പ്രദേശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാടിപ്പുഴയിൽ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പുഴ കടക്കാനായി ഇരുകരകളിലെയും ജനങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്ന ഏക ഫൈബർ ബോട്ട് കേടായതോടെയാണ് ഇവിടെ പാലം വേണമെന്ന ആവശ്യം ശക്തമായത്. ഒന്നാം പിണറായി സർക്കാർ പാലം നിർമ്മാണത്തിനായി 5.6 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിരുന്നത്. എന്നാൽ ടെൻഡർ അടക്കമുള്ള സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചപ്പോഴായിരുന്നു ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ഉടക്ക് വന്നത്. കൗവായി ജലപാതയുടെ ഉപപാതയാണ് ഈ പുഴയെന്നും പാലത്തിന്റെ ഉയരം കൂട്ടണമെന്നുമുള്ള ചട്ടമാണ് പാലത്തിന് തടസ്സമായത്. തുടർന്ന് 11.6 കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് സമർപ്പിക്കുകയും ചെയ്തു. ഗവൺമെന്റ് അംഗീകാരം കിട്ടിയ ഉടൻ പാലം നിർമ്മാണം ആരംഭിക്കും. അന്നൂർ, കാറമേൽ, ചെറുകാനം പ്രദേശങ്ങളിലുള്ളവരുടെ കൃഷിസ്ഥലങ്ങൾ ഈ പുഴയുടെ ഇരുകരകളിലുമായിട്ടാണുള്ളത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കൃഷിക്കാർക്ക് ഇത് വലിയ അനുഗ്രഹമാകും. ശ്രീകൃഷ്ണ MLA ആകുമ്പോഴാണ് ഈ പാലത്തിൻ്റെ പ്രവർത്തനം തുടങ്ങും, ഏതായാലും പാലം ഏതായാലും അനുവദിച്ച് കിട്ടുമെന്ന് പറഞ്ഞത്. അതിനുശേഷം ഇത് മറ്റേ നമ്മളെ TA മധു MLA കൂടെ പരിശ്രമത്തിന് ഫലമായിട്ട് ഇവിടെ പാലം ഏതായാലും പാസ്സായിട്ടുണ്ട്. അതിനും കുറേ സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ പാലം ആദ്യം എടുത്ത പാലത്തിൻ്റെ ഹൈറ്റ് പോരാ, ടൂറിസവുമായി ബന്ധപ്പെട്ട് അത് കുറച്ചുകൂടി ഹൈറ്റ് കൂടി വേണം എന്ന് പറഞ്ഞ് അങ്ങനെയും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം പരിഹരിച്ചുകൊണ്ടും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അവരുടെ പാലം ഇപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂർ ചെറുകാനത്തുള്ളവർ കാറമേൽ പാടിയിലെത്താൻ ഇപ്പോൾ കിലോമീറ്ററുകളാണ് സഞ്ചരിക്കുന്നത്. പാലം വന്നാൽ കർഷകർക്കും തൊഴിലാളികൾക്കും വലിയ ഉപകാരമാകും. മാത്രമല്ല അന്നൂർ, കാറമേൽ, വെള്ളൂർ ഭാഗങ്ങളിലുള്ളവർക്ക് തൃക്കരിപ്പൂർ മാർക്കറ്റിലും റെയിൽവേ സ്റ്റേഷനിലും മറ്റുമെത്താൻ വളരെ എളുപ്പവുമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.